എല്ലാ കൂട്ടുകാർക്കും നമ്മുടെ പുതിയ വ്ളോഗിലേക്ക് സ്വാഗതം കേട്ടാ. ഇവിടെ അച്ഛനും അമ്മയൊക്കെ ഉണ്ട് എൻ്റെ കൂടെ ഒന്ന് വ്ളോഗ് ചെയ്യാനായിട്ട്. ഇന്നത്തെ നമ്മുടെ പരിപാടി എന്ന് പറയുന്നത് സംഭവം കണ്ടപ്പോൾ എന്നെ മനസ്സിലായിട്ടുണ്ടാവും ചിക്കനെ ഞാൻ അങ്ങനെ. അപ്പോൾ മുഴുവൻ ചിക്കൻ കണ്ടപ്പോൾ എന്നെ കാര്യം മനസ്സിലായിട്ടുണ്ടാവും. നമ്മളിന്ന് പിന്നെ എന്തിട്ടാ ബക്കറ്റ് ചിക്കൻ ഉണ്ടാക്കാൻ പോവാണ്. ബക്കറ്റിൻ്റെ ഉള്ളിൽ ചിക്കൻ ഉണ്ടാക്കാൻ പോവാണ്. അപ്പോൾ കപ്പ് എടുത്തന്ന് ഇപ്പം ചിക്കനെ നമുക്ക് വൃത്തിയാക്കാട്ടോ. എൻ്റെ കൂടെ അമ്മയും അച്ഛനും ഏട്ടനും ഒക്കെ ഉണ്ട്. ഞാനിന്നിവനെ കുളിപ്പിച്ചെടുക്കട്ടെ, കിടിലനാക്കി കൊടുക്കും എന്നൊക്കെയാണ് പറഞ്ഞിരിക്കുന്നത്. കിടിലനാവോ കരിഞ്ഞ് പറഞ്ഞ് കുറേ ആൾക്കാർ എന്നോട് പറഞ്ഞു ഇത് പണിയാണ് ശ്രീ, ഇത് ആവില്ല, ഇത് ശരിയാവില്ല എന്നൊക്കെ പറഞ്ഞു. അപ്പോൾ എനിക്ക് ഒന്നും കൂടി എന്താ പറയുക ഇതെങ്ങനെ എടുക്കുക എങ്ങനെ ഒന്നും കൂടി എന്താ പറയുക ഭയങ്കര ആവേശമായി ഉണ്ടാക്കാൻ. ശരിയാവില്ല എന്നല്ലേ പറഞ്ഞേ. പേസ്റ്റാക്കി എടുക്കണ്ടേ, ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്. ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് ഒരുമിച്ച് കൂട്ടി അരച്ച് നമുക്ക് പേസ്റ്റ് ആക്കാം. അച്ഛൻ ഇല വെട്ടാൻ പോയിട്ടുണ്ട്, ഇല വെട്ടിക്കൊണ്ടിട്ട്. അപ്പോൾ നമുക്ക് ഇത് പോയി അരച്ചെടുക്കാം കേട്ടോ. അതെ, ഇഞ്ചി പച്ചമുളകും വെളുത്തുള്ളിയും പോയിട്ട് ഇളമയോടെ കൊണ്ടുപോയിട്ട് വേണം അരക്കണേ. എല്ലാം കൂടി ഉണ്ട് കേട്ടോ. അതെ കൊണ്ട് വന്നിട്ട് നിങ്ങൾ ശരിക്കും ചതച്ചാൽ മതി. സത്യം പറഞ്ഞാൽ വരെ മിക്സിയിൽ ചെറിയ ജാറ് കേടായെന്ന് പറഞ്ഞിട്ട് ചതയിനുള്ളൂ, അരിഞ്ഞില്ല. അപ്പോൾ അത് അതിലേക്ക് സ്പൂൺ എത്ര ഉണ്ടാകുക, ഒരു സ്പൂണ് കുരുമുളക് പൊടി ചെറിയൊരു സ്പൂൺ ഇട്ടാൽ മതി. സ്പൂൺ ഒരെണ്ണുള്ളൂ, അത് കാരണം ഇങ്ങനത്തെ എടുത്തിരിക്കുന്നു പറയാം. അമ്മ പറഞ്ഞോ ആയി ചെറിയ ഒരു സ്പൂണ് കുരുമുളക് പൊടി, മസാല ഗരം മസാല ഒരു സ്പൂണ്. ഇത് വലിയ സ്പൂണായ കാരണം അരച്ച സ്പൂൺ എടുക്കണുള്ളൂ ഞാൻ. ഉപ്പ് ആവശ്യത്തിന്, മല്ലിപ്പൊടി ഒരു സ്പൂൺ, അത് ടീസ്പൂൺ, ഒരു വലിയ സ്പൂൺ ആവശ്യത്തിന് ഉള്ളത് ഇടുക. മഞ്ഞൾപ്പൊടി, ചെറുനാരങ്ങ ഒരെണ്ണം. പണങ്ങിയിരിക്കുന്ന ശ്രീകുട്ടൻ കുറച്ച് വെളിച്ചെണ്ണ, അതുണ്ടായിരുന്നു. ചിക്കൻ വേണമെങ്കിൽ നമുക്കിങ്ങനെ അത് മതി. ഇതിലേക്ക് കുഴക്കാൻ മാത്രം വേണ്ട. അരയല്ല വരയ തേച്ച് പിടിപ്പിക്കുക അല്ലേ അമ്മ? ആകെ അങ്ങോട്ട് തേച്ച് ഇങ്ങനെ കുളിപ്പിച്ചോണ്ട് എടുക്കുക. നാടൻ സ്റ്റൈലിലാണ്. ഓരോ കൊലകളിലേക്ക് തേങ്ങ കൊടുക്കുക. കുറച്ച് ഫില്ലിങ്സ് ചെയ്യാമെന്നാണ് അമ്മയുടെ ഐഡിയ. അപ്പോൾ അല്ലെങ്കിൽ ഉള്ളിലൊന്നും ഉണ്ടാവില്ല അത്ര. അപ്പോൾ ഞാൻ വിചാരിച്ചു കുറച്ച് ഫില്ലിങ്സ് നമുക്ക് ഉള്ളിലാക്കിയിടാം. ഇട്ടുണ്ടല്ലോ 2 നാടൻ മുളകും സവോളയും. അത്ര വലിയ തക്കാളി വേണമ്മ? തക്കാളി ഒരു 4 കഷ്ണാക്കിയാൽ മതി. അപ്പം അങ്ങനെ വലുത് ആവശ്യമില്ല കളയാറുണ്ട്. അല്ലേ കൊടുത്ത എന്നിട്ടത് അങ്ങനെ തന്നെ ഉപയോഗിച്ച് നിറയ്ക്കാം നമുക്ക്. കമ്പി എനിക്ക് അധികം കൂടില്ലേ. കെട്ടാം. ഇത് ആ സ്ഥലം ഓർമ്മയില്ലേ നമ്മുടെ കഴിഞ്ഞ പ്രാവശ്യം നമ്മുടെ മറ്റേ സാധനം പോയത്? എന്നിട്ട് മൂളിയ എന്നാ പറയാ അമുട്ട. ഇപ്രാവശ്യം തൃശ്ശൂർ പൂരവും ഇല്ല, അമുട്ടും ഇല്ല, ഒരു കുന്തവും ഇല്ല.
ബാക്കി മുളക് റെഡിയാക്കി കേട്ടോ. ആ കെട്ടിയില്ലെങ്കിൽ അതിങ്ങനെ കുറച്ചും കൂടി ഡ്രൈ ആകുമ്പോൾ ഉള്ളിൽ നമ്മൾ വെച്ച മസാലയൊക്കെ ഉരുപ്പോരും. അത് കാരണമാണ് നമ്മൾ കമ്പി കൊണ്ട് ഒന്ന് കെട്ടണത്. അത് കഴിഞ്ഞിട്ട് നമ്മൾ ബക്കറ്റ് വെച്ചിട്ട് ഒന്ന് നോക്കണം അത് കറക്റ്റായിട്ട് ബക്കറ്റ് അടിമുട്ടിയിരിക്കണമെന്ന്, അല്ലെങ്കിൽ ഉള്ളിലേക്ക് പുക കയറുമ്പോൾ അതിന് നമ്മുടെ ചിക്കന് മൊത്തത്തിലൊരു പുകയുടെ ടേസ്റ്റ് വരും. അപ്പോൾ അതില്ലാണ്ടിരിക്കാനാണ് നമ്മളത് ബക്കറ്റ് നിലമുട്ടിയിരിക്കുന്നുണ്ടോ നോക്കുന്നത്. അപ്പം അമ്മ ചിക്കൻ കൊണ്ടുവന്ന് അതുമ്മ കുത്തുകയാണ് കേട്ടോ. അമ്മത് ചാറ് കൊണ്ടുപോയിക്കാൻ കൊണ്ടിട്ട് ബാക്കി വന്ന ചാറൊക്കെ എൻ്റെ മേളിൽ കൂടെ അതിനെ അഭിഷേകം ചെയ്തു. മൂടാം. അമ്മിക്കുട്ടീനെ എടുത്ത് വയ്ക്കും. അമ്മിക്കുട്ടി പൊട്ടുവോ ചേട്ടാ? എപ്പോഴേലും വല്ല ആവശ്യമുള്ള അതൊക്കെ ഉണ്ടാക്കാം. ഇനി നമുക്ക് ഇതിനെ ഓലക്കൂടിയൊക്കെ ഇട്ട് മൂടാം. ശ്രീകുട്ടനും അച്ഛനും മമ്മയൊക്കെ ഓലക്കുടി കൊണ്ടുവരുന്നുണ്ട്. ഇതിന്റെ മുകളിൽ ഇവിടെ ഇട്ടാൽ മതി മണി, എന്നിട്ട് അമ്മ ഇടാത് അവിടെ ഇടും. അതിന്റെ മുകളിലിടണ്ട. ആ കുത്തിക്കാരൊക്കെയുണ്ട്. ഓ ഭയങ്കര ചൂടാട്ടാ. മാറിക്കച്ചാ അധികമൊന്നും വേണ്ടി വരില്ലെന്ന് തോന്നുന്നു. ആയിട്ടില്ല. ഇത്രയും കൂടെ അല്ല വെക്കണം താഴെ. വേണ്ടമ്മ ഉറപ്പായിട്ടില്ല. ഇങ്ങനെ വരും. ആദ്യത്തെ വട്ടം വെന്തില്ല കേട്ടാ. അപ്പൊ ഒന്നും കൂടിയിട്ട് കത്തിക്കാണ്. അതിൻ്റെ ചുറ്റുപാടങ്ങനെ ഇങ്ങനെ കത്തമ്പളം മുകളിലേക്ക് ആളിക്ക് കത്തിയ മോള് മാത്രം തരും. അപ്പൊ രണ്ടാമത് നമ്മൾ തീയിട്ടിട്ട് ഏകദേശം
15 മിനിറ്റ് തീയിട്ടു. ഇനി ഒരു 5 മിനിറ്റ് നമ്മള് ഒരു കഷ്ണം എടുത്ത് കത്തി കൊണ്ട് ഒരു കഷ്ണം എടുത്തിട്ട് ഇങ്ങനെ ആക്കി. സൂപ്പറായിട്ട് ട്ടാ. അയ്യോ കണ്ണേ രക്ഷയില്ലാതായിട്ട് എടുക്കാൻ ഇല വെക്കച്ച ഇവിടെ. അച്ഛവിടെ ഇലയൊക്കെ കൊണ്ടുവച്ചിട്ടുണ്ട് കേട്ടോ. കരിഞ്ഞിട്ടൊന്നുമില്ലല്ലോ ഏട്ടാ. കരിഞ്ഞതല്ല ഏട്ടാ, അത് നന്നായിട്ട് ഇങ്ങനെ കരിഞ്ഞതല്ല, നന്നായിട്ട് മുരിഞ്ഞുണ്ട്. നമുക്കിങ്ങനെ ഡെക്കറേറ്റ് ചെയ്യാം അല്ലേ. അപ്പോൾ നമ്മുടെ ബക്കറ്റ് ചിക്കന് ഇത് നല്ല ഡെക്കറേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇതിൽ മസാലകളൊക്കെ അതിൻ്റെ ഉള്ളിൽ വെച്ച കാരണം കൊണ്ട് തന്നെ മസാല നല്ല ജ്യൂസി ആയിരുന്നു. ചിക്കൻ നന്നായിട്ട് വെന്തിട്ടുണ്ടായിരുന്നു. വേവില്ല എന്നൊക്കെ പറയണത് വെറുതെയാണ്. നമ്മൾ നന്നായിട്ട് വേവിച്ചാൽ മതി. അഥവാ ഒരു വട്ടം നമ്മൾ പൊന്തിച്ച് നോക്കിയിട്ട് ഒരു 10 മിനിറ്റ് കത്തിച്ചിട്ട് പൊന്തിച്ച് നോക്കിയിട്ട് പിന്നെ വെന്തിട്ടില്ല എന്നുണ്ടെങ്കിൽ വീണ്ടും നമ്മളൊന്നിട്ട് കത്തിച്ച് ഒരു 5 മിനിറ്റും കൂടി കത്തിച്ച് ഒരു 10 മിനിറ്റ് കനലിലും കൂടി ഇട്ടിട്ടുണ്ടെങ്കിൽ അടിപൊളി കിടുവായിട്ടുള്ള ബക്കറ്റ് ചിക്കൻ കിട്ടും. ഇതൊരു വെറൈറ്റി ടേസ്റ്റാണ്. നമ്മൾ ഗ്രില്ല് ചെയ്ത് കഴിക്കുന്നതോ അല്ലെങ്കിൽ എക്സ്ട്രാക്ട് ചെയ്ത് കഴിക്കുന്നതോ ഒന്നുമല്ല ടേസ്റ്റ്. ഇതാണ് ഏറ്റവും ടേസ്റ്റുള്ള ചിക്കൻ ഞാൻ കഴിച്ചതിൽ എനിക്ക് വളരെ ഇഷ്ടമായതും ഈ ചിക്കനാണ്. നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. ഉള്ളിൽ നമ്മൾ വെച്ച സാധനങ്ങളൊക്കെ വന്നിട്ടുണ്ട് കേട്ടോ. സൂപ്പറായിട്ട് വേവില്ലാന്നൊക്കെ പറയണത് വെറുതെയാണ് വേവിക്കാണ്ടാണ്. നമ്മള് ഒരു ചൂട്ടൊക്കെ ഇട്ടിട്ട് ഒരു 15 മിനിറ്റ് നേരം കത്തിക്കണം. 15 മിനിറ്റ് കത്തിച്ചിട്ടാ ആദ്യം ഒരു 7 മിനിറ്റ് കത്തിച്ചു. അത് കഴിഞ്ഞിട്ട് പിന്നെ 10 മിനിറ്റ് കൂടി അത് പിന്നെ കനല് ചുട്ടിട്ടിട്ട് ഒരു 5 മിനിറ്റ് അവിടെ അത് കിടന്നു. 5 അല്ല 10 മിനിറ്റ് അവിടെ കിടന്നു. അപ്പൊ കുറച്ച് പണിയുള്ള പരിപാടിയാണെങ്കിലും നമ്മളിങ്ങനെ ഫ്രീ ആയിട്ട് ഇരിക്കുമ്പോ നമുക്ക് നല്ല ടേസ്റ്റുള്ള പരിപാടിയാ. നേരം പോക്കും നേരം ഉണ്ടല്ലോ. അപ്പൊ പിന്നെ പോവാനായിട്ട് ബുദ്ധിമുട്ടൊന്നും ഇല്ലല്ലോ കേട്ടാ. നല്ല രോഗി ഉണ്ടല്ലേ. എരും ഉപ്പും ഒക്കെ പിടിച്ചിട്ടുണ്ട്. എല്ലാം പിടിച്ചിട്ടുണ്ട്. അപ്പൊ നമ്മുടെ വേവൊക്കെ പാകത്തിനാ. ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം വേവ് കൂടി. എന്താ വേണ്ട എന്താ ഇതിലും വിട്ട് എങ്ങനെ ചിക്കൻ വേവുക. ഇപ്പൊ ഞങ്ങളുടെ ചിക്കൻ ഞങ്ങളെല്ലാം അവസാനിപ്പിച്ചിട്ടുണ്ട്. എല്ലാവർക്കും ഇഷ്ടമായില്ല അമ്മേ? എല്ലാവർക്കും ഇഷ്ടമായി. നല്ല സൂപ്പർ സാധനമായിരുന്നു. എല്ലാവരും ഒന്ന് പരീക്ഷിച്ച് നോക്കണം. ഈ ഒരു ഒഴിവുകാലത്ത് നമുക്ക് വീട്ടിലെല്ലാവരും ഉണ്ടെങ്കിൽ വീട്ടിലൊക്കെ എൻജോയ് ചെയ്യാൻ പറ്റിയ ഒരു ഡിഷാണ്. അപ്പൊ എല്ലാവരും ചെയ്ത് നോക്കാം. നമുക്ക് അടുത്ത പ്രാവശ്യത്തെ വ്ളോഗിൽ കാണാം. ഒരു ടാറ്റ കൊടുത്ത എല്ലാവരും. ടാറ്റാ ശ്രീകുട്ടാ. ടാറ്റാ. ഓക്കെ ബൈ ബൈ.